കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നമ്മെ നടത്തുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവയെ സകല ജഡവും അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. സഹോദരങ്ങളെ, നമുക്കൊരു ഉറപ്പുണ്ടാവണം, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ഞങ്ങൾ ഇന്നലെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനൊരു വിശ്വാസമുണ്ടോ? നമ്മൾ അകർത്യം കരുതി പ്രാർത്ഥിച്ചാൽ, അവിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, സംശയിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ പാപം വന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന മേലോട്ട് ചെല്ലുന്നുണ്ടോ എന്നൂടെ ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കാനും, നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട വിഷയങ്ങളെ ക്രമീകരിച്ച് നമ്മൾ കുറേ സമയം ഇരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷേ അത് മേളിൽ ചെല്ലുന്നു. അങ്ങനെ ഒരു ചിന്ത നമ്മളെ ഭരിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ മുൻപാകെ സമർപ്പിക്കപ്പെടാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെട്ട് വരും എന്നുള്ളതിന് സംശയമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഏടുകളിലും തിരുമഹത്വം വെളിപ്പെടേണ്ടതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ തയ്യാറാവണം. കർത്താവേ, അങ്ങയുടെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണമേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറയാൻ തയ്യാറാവണം. ആർക്കും അടയ്ക്കാതെ വണ്ണം പ്രവർത്തിപ്പാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാ ദിവസവും നമ്മളോട് കൂടെ ഉണ്ടാവും എന്നുള്ളതിന് സംശയമില്ല. അവിടുത്തെ മഹത്വം അവിടുന്ന് ആർക്കും വിട്ടുകൊടുക്കുന്ന ദൈവവുമല്ല. ഈ പകൽ കർത്താവിൻ്റെ മഹത്വം ആഴത്തിലും ആഴിയിലും വെളിപ്പെട്ടു വരും. ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടുന്ന ആ നാഥൻ എല്ലാ കാലത്തും നമ്മളോട് കൂടെ ഉണ്ട്. പാട്ടുകാരൻ പാടുന്നത് പോലെ ഇന്ന് പകലിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ അവിടത്തേക്ക് കഴിയും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എല്ലാവരാലും നടക്കുമെന്നല്ല അവിടെ വിശ്വസിക്കുന്നവരാൽ. വിശ്വാസം നമ്മുടെ അകത്തെങ്ങനെയാണ്? കാൽഭാഗമേ ഉള്ളോ, പകുതിയോ ഉള്ളോ, 75% ഉള്ളോ? നമ്മുടെ വിശ്വാസം 100% കർത്താവ് നമ്മളെ സഹായിക്കും. ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. ദൈവമഹത്വം വെളിപ്പെടുത്തും. ഇന്ന് പകലിലും കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെട്ട പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ നമുക്കിടയാവണം. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോട് ജാഗരിപ്പീൻ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി തലകളപ്പൊക്കുവീൻ, ഉണർന്നിരിപ്പീൻ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ കർത്താവ്, വാക്കുമാറാത്തവൻ നമ്മോട് കൂടെയുണ്ട്. ആകാശം മാറും, ഭൂമി മാറും, പർവ്വതങ്ങൾ മാറും, പക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരു കാലഘട്ടത്തിലും മാറ്റമില്ലെന്ന് നമ്മളൊന്ന് തിരിച്ചറിയട്ടെ. 114 സങ്കീർത്തനം 8-ാമത്തെ വാക്യം നമുക്ക് വളരെ സുപരിതമാണ്.
അവൻ പാറയെ ജലതടാകവും തീക്കല്ലിനെ നീരുറവയും ആക്കിയിരിക്കുന്നു. ഹല്ലേൽ ഗീതങ്ങൾ, സ്തുതി ഗീതങ്ങളാണ് ഈ സങ്കീർത്തനങ്ങളൊക്കെ നമുക്കറിയാം. ഹല്ലേലൂയ. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. അവരുടെ മുമ്പിൽ മഹാപർവ്വതങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സമുദ്രമുണ്ടായിരുന്നു. പക്ഷേ അവർ തിരിച്ച് സമുദ്രത്തോട് ചോദിച്ച ചോദ്യം, സമുദ്രമേ നീ ഓടുന്നതെന്താ? യോർദാന് നീ പിൻവാങ്ങുന്നതെന്താ? പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളുന്നത് എന്താ? സ്തോത്രം. ഈ പകൽ പർവ്വത സമാനമായി നിൽക്കുന്ന സകല പ്രശ്നങ്ങളും നമ്മളെ ഓടിക്കുമെന്ന് വാദിക്കുന്ന സകല വെല്ലുവിളികളും നിൽക്കുമ്പോൾ ഒരു ഭക്തൻ ഉറച്ചു നിന്നിട്ട് ആത്മാവിൽ കൽപ്പിക്കുകയാണ്, ഞങ്ങൾ ഓടത്തില്ല, നീ ഞങ്ങളുടെ മുമ്പിൽ ഓടുകയാണ്. സമുദ്രം വഴിമാറുകയാണ്, യോർദാൻ രണ്ടായി വിഭജിക്കപ്പെടുകയാണ്. ഏത് വലിയ പ്രശ്നങ്ങളും ഇടിഞ്ഞ് സമഭൂമിയായി തീരുകയാണ്. ഇത് കണ്ടിട്ടാണ് അവർ ചോദിച്ചത്, സമുദ്രമേ നീ എന്തിയേ? യോർദാന് നീ എവിടെ? പർവ്വതങ്ങളെ നിങ്ങളെന്താ ചാടിപ്പോകുന്നത്? അഭിഷേകമുള്ള ഒരുത്തൻ്റെ മേൽ, വാഗ്ദത്തമുള്ള ഒരുത്തൻ്റെ മേൽ കൺട്രോൾ ചെയ്യാൻ, അവനെ ഇല്ലാതാക്കാൻ ഈ ശക്തികൾക്കൊന്നും സാധ്യമല്ലെന്നൂടെ നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ തിരിച്ചറിയണം. നമ്മൾ അതിനെ നോക്കി ചോദിക്കുകയാണ്, നീ എന്താ ഓടുന്നത്? നമ്മളെ ഓടിക്കാൻ വന്നത് ഓടാൻ പോകുകയാണ്. നമ്മളെ പ്രവേശിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞത് ഇടിഞ്ഞ് താഴാൻ പോകുകയാണ്. എരിഹോവിൻ്റെ മതിലെ നീ എന്താ താണത്? ആരെയും പ്രവേശിപ്പിക്കത്തില്ലെന്നല്ലേ നീ വാദിച്ചത്? പക്ഷേ ഇടിയാൻ പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ. നമ്മൾ വായിച്ച കുറിവാക്യം വളരെ ശ്രദ്ധേയമാണ്. അവൻ പാറയെ ജലതടാകവും തീക്കല്ലിനെ നീരുറവാക്കിയിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ നടന്നു വന്നപ്പോൾ അവർക്ക് നന്ന ദാഹിച്ചു. മോശയോട് പിറുപിറുത്തു, ഞങ്ങൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. മോശ ദൈവത്തോട് കരയുകയാണ്, കർത്താവ് ഞാൻ എന്ത് ചെയ്യണം? ദൈവം പറഞ്ഞു, നീ വടി അത് കരത്തിലെടുക്കണം. നദി അടിച്ച വടി ഉണ്ടല്ലോ, അത് നീ കരത്തിലെടുക്കണം. പ്രൈസ് ദി ലോർഡ്. മുമ്പിൽ നോക്കിയപ്പോൾ വലിയ പാറകളാണ് നിൽക്കുന്നത്. എന്നിട്ട് മോശയോട് പറയുകയാണ്, ഇവർ വെള്ളം ചോദിച്ചില്ലേ? ഇവർ അസാധ്യമെന്ന് പറഞ്ഞില്ലേ? ഇവിടെ ആര് വെള്ളം കൊടുക്കുമെന്ന് അവർ ചോദിച്ചില്ലേ? ഇവരുടെ പിറുപിറുപ്പ് കണ്ടില്ലേ? പ്രിയ സഹോദരങ്ങളെ, മുമ്പിൽ കാണുന്നത് പാറയായിരിക്കാം, അസാധ്യങ്ങളായിരിക്കാം. അവിടെ ചോദ്യങ്ങളില്ലേ? എങ്ങനെ ഇത് നടക്കും? എങ്ങനെ ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും? എങ്ങനെ വാതിൽ തുറക്കും? എങ്ങനെ ഈ വിഷയത്തിന് വിടുതൽ സംഭവിക്കും? ഇവിടെ എന്ത് ചെയ്യും? ഒരു സോഴ്സും കാണുന്നില്ല. അവിടെയാണ് വിശ്വാസത്തിൻ്റെ വടിയെടുക്കാൻ, അഭിഷേകത്തിൻ്റെ വടിയെടുക്കാൻ, പ്രാർത്ഥനയുടെ വടിയെടുത്ത് നോക്കൂ. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്ന മുമ്പിൽ പാറയായിരിക്കാം, അതിനകത്തൊന്നും സംഭവിക്കത്തില്ല. പാറയാ. ഇവിടെ എന്ത് പ്രവൃത്തിയെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ മോശെ യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്യുക. ഈ പകൽ ദൈവം കൽപ്പിച്ചതുപോലെ മുമ്പിൽ നിൽക്കുന്ന ചില അസാധ്യങ്ങളെ അടിക്കാൻ തയ്യാറായി യേശുവിൻ്റെ നാമത്തിൽ. മോശയ്ക്ക് വേണം തിരിച്ചു ചോദിക്കാൻ, കർത്താവേ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വടി കൊണ്ട് പാറയെ അടിച്ചാൽ എന്ത് സംഭവിക്കും? ശക്തി പാറയ്ക്കല്ലേ? പാറ കഠിനമായതല്ലേ? പക്ഷേ നിന്റെ കയ്യിൽ വടി കയറുമ്പോൾ എൻ്റെ മഹത്വമുള്ള ഭുജമ വടിക്കകത്ത് വരികയും നീ വടി വെച്ച് പാറയെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ പിളർക്കാത്ത പാറകൾ പിളർക്കുകയും പുറപ്പെടാത്ത വെള്ളം അതിനകത്ത് നിന്ന് പുറപ്പെട്ടു വന്ന്
അത് ഇഷ്ടം പോലെ കുടിക്കത്തക്ക രീതിയിൽ, ജനത്തിൻ്റെ സകല ചോദ്യങ്ങൾക്കും ഒറ്റയടിക്ക് ഉത്തരം നൽകത്തക്ക രീതിയിൽ ഈ പകൽ വിശ്വാസത്തോടെ ചിലതിനെ അടിക്കാൻ തയ്യാറാകൂ. നിന്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന ചില വഴികളെ നോക്കി ആത്മാവിൽ അടിക്കൂ. യേശുവിൻ്റെ നാമത്തിൽ ചില ഡോറുകൾ തുറക്കാൻ പോകുകയാണ്. വിശ്വാസത്തോടെ ചിലയിടത്ത് ഇന്ന് പകൽ കൽപ്പന പുറപ്പെടുവിക്കൂ. നിന്റെ ശരീരത്തിൽ വിടുതൽ വ്യാപരിക്കുകയാണ്. നാളുകൾ കാണിക്കത്തില്ലെന്ന് പിശാച് പറഞ്ഞ് നിന്നെ ഒരു മരുഭൂമിയിൽ നിർത്തിയിരിക്കുന്നത് പോലെ ഇനി ഇവിടെ നിന്ന് വഴിയെന്നകത്ത് നീ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ കൽപ്പിക്കപ്പെടൂ. അഭിഷേകത്തോടെ ചിലതിനെ അടിക്കൂ. ചിലത് ഇന്ന് പകൽ നീരുറവയായി വെളിപ്പെടാൻ പോകുകയാണ്. ഇതാ ദൈവപ്രവൃത്തി. മോശ യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തു. അസാധ്യങ്ങൾ സാധ്യമായി. അങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ നോക്കിയപ്പോൾ പാറകൾ പൊട്ടിക്കിടക്കുന്നു. വെള്ളം ഇഷ്ടം പോലെ ചാടിപ്പുറപ്പെട്ടു. അവർ മുഖത്ത് വിരൽ വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്നു പകലിലും ദൈവാത്മാവ് ചില കുടുംബങ്ങളെയും അഭിഷക്തന്മാരെയും നോക്കി സന്ദേശം അറിയിക്കുന്നു. മുമ്പിൽ പാറയായിരിക്കാം, ഇതിനകത്ത് നിന്നൊന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വകയില്ലായിരിക്കാം. പക്ഷെ സർവശക്തന്റെ കമാൻഡുകൾ ഏറ്റെടുത്ത് ആത്മാവിൽ അടിക്കാൻ തയ്യാറാകൂ. ചിലയിടത്ത് ചവിട്ടാൻ തയ്യാറാകൂ. പൊട്ടിപ്പുറപ്പെടുന്ന ദൈവപ്രവൃത്തി യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ചിന്തിക്കാത്ത റൈറ്റ് ടൈം ദൈവത്തിൻ്റെതാ. നിങ്ങൾ ചിന്തിക്കാത്ത സമയം ദൈവത്തിൻ്റെ റൈറ്റ് ടൈമാ. നിങ്ങൾ നടക്കത്തില്ലെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കറക്റ്റ് ടൈമാണ്. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ സ്തോത്രം ചെയ്യൂ. ദൈവം അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവിശ്വസിക്കരുത്. ദൈവം കൽപ്പിച്ചതുപോലെ മുമ്പോട്ട് പോകുക. അവിടെ കൽപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൽ തുറക്കാൻ എന്ന് പറയുക. യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ എന്ന് പറയുക. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗബന്ധനം അഴിഞ്ഞെന്ന് പറയുക. യേശുവിൻ്റെ നാമത്തിൽ തലമുറ നോക്കി വിളിച്ചു പറ, അവൻ പുറപ്പെടുകയാണ്. അവൻ്റെ വാഗ്ദത്തമേ പൊട്ടി പുറപ്പെടുകയാണ്. നാളുകൾ അടച്ചു വച്ചിരിക്കുന്ന അസാധ്യ മണ്ഡലങ്ങളിലാണ് നിങ്ങൾ ആത്മാവിൽ കൽപ്പിക്കേണ്ടത്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് പകൽ അത് സംഭവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഔദ്യോഗിക മേഖലകളെ നോക്കി ആത്മാവിൽ പ്രവചിച്ച് പറ, അത് തുറന്നു വരികയാണ്. ആ ശൂന്യതകൾ മാറുകയാണ്. മിനിസ്റ്ററെ നോക്കി പറ, നാളുകളായി ഒന്നും കാണുന്നില്ല, പക്ഷേ ആത്മാവിൽ കൽപ്പിക്കൂ, ചിലത് ഉളവായി വരാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. പിതാവേ, ആ വചനത്തിൻ്റെ ശക്തി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അവൻ പാറയെ, ഇപ്പോൾ ഇസ്രായേൽ മക്കൾ പറയുകയാണ്, പാറയെ ജലതടാകൂ. തീക്കല്ലിനെ കണ്ടോ? നോർമൽ കല്ലല്ല, തീക്കല്ല. അതിനകത്ത് തീയാണ്. പക്ഷേ നീ അടിക്കുമ്പോൾ കല്ലിന് വ്യത്യാസം വരുന്നു. അതിനകത്തുനിന്ന് വെള്ളം ചാടിപ്പുറപ്പെടുകയാണ്. ഈ പകൽ ചിലതിന് ഒറ്റ സെക്കൻഡ് കൊണ്ട് വ്യത്യാസം വരുത്താൻ നിന്റെ അഭിഷേകത്തിൻ്റെ വാക്കുകൾക്ക് കഴിയും. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മശക്തിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. കഠിനമായ ചിലതിനകത്ത് നിന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടുന്നത് പോലെ ചില ദൈവപ്രവർത്തികൾ യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ടു വരാൻ പരിശുദ്ധാത്മാവിന് ഒറ്റ സെക്കൻഡ് മതി. പിതാവേ, അവിടുത്തെ പ്രവൃത്തിക്കായി സ്തോത്രം. ഞങ്ങളുടെ ആത്മാവിൽ റിസീവ് ചെയ്യുന്നു. ഇന്ന് പകൽ കർത്താവ് ചെയ്യുന്ന വലിയ പ്രവൃത്തികൾക്കായും സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാം തന്നെ. ആമേൻ. പാറയെ ജലതടാകം, തീക്കൽ പാറയെ ഈ പകൽ നീരുറവയാക്കാൻ, ആ കല്ലിനെ നിറവറയാക്കാൻ നിങ്ങളുടെ അഭിഷേകത്തിൻ്റെ വാക്കുകൾ ഈ പകൽ ഉപയോഗിക്കൂ. ധൈര്യത്തോടെ പ്രഖ്യാപിക്കൂ. വിശ്വാസം. അത്ഭുതങ്ങൾ കാണും. ഈ വചനങ്ങളെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.